ഹായ് കൂട്ടുകാരെ, എൻ്റെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സിംഹത്തിൻ്റെ കഥയാണ്. അതിൻ്റെ പേരാണ് അത്യാഗ്രഹിയായ സിംഹം. ഗ്രീഡി ലയൺ. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. അത്യാഗ്രഹിയായ ആ സിംഹം ദിവസവും തൻ്റെ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെല്ലാം കൊന്നു തിന്നു. അങ്ങനെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിംഹം പതിവ് പോലെ ഉച്ചവരക്കവും കഴിഞ്ഞു. രാത്രിയിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തേടിയിറങ്ങി. അപ്പോഴാണ് മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുയലിനെ സിംഹം കണ്ടത്. മുയലിനെ കണ്ടതും സിംഹത്തിന് വളരെയധികം സന്തോഷമായി. അവൻ പറഞ്ഞു, ആഹാ, കൊള്ളാമല്ലോ, നല്ല മുയൽ. ഇന്ന് രാത്രിയത്തെ ഭക്ഷണം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആഹാരം തേടി ഇനി ആരെയും വേണ്ട. ഇതും പറഞ്ഞ് ആ സിംഹം ഉറങ്ങിക്കിടന്ന മുയലിൻ്റെ അടുത്തേക്ക് പമ്മിപ്പോവാൻ തുടങ്ങി. അപ്പോഴാണ് സിംഹം മറ്റൊരു കാഴ്ച കണ്ടത്. കുറച്ച് അകലെയായി തഴിച്ചു കൊടുത്ത ഒരു മാനിനെ കണ്ടതും സിംഹത്തിൻ്റെ വായിൽ വെള്ളം ഊറി. അവൻ പറഞ്ഞു, ഒരു നിസാനായ മുയലിനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് രാത്രിയിൽ ഈ തടിച്ചു കൊടുത്ത മാനിനെ തന്നെ കഴിക്കുന്നതാണ്. ഇതും പറഞ്ഞ് അവൻ മാനിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. സിംഹത്തിൻ്റെ കണ്ടത് മാൻ അതിവേഗം ഓടി. സിംഹം ഉണ്ടോ പിന്മാറുന്നു. അവൻ മാനിൻ്റെ പിന്നാലെ പാഞ്ഞു. സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാൻ ഉൾക്കാട്ടിലേക്ക് ഓടി. ഇനി മാനിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സിംഹം നിരാശയോടെ തിരിച്ചു നടന്നു. അപ്പോഴും മരച്ചോട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മുയലുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു സിംഹത്തിന്. എന്നാൽ മുയൽ ഉറങ്ങിക്കിടന്ന് മരച്ചോട്ടിൽ വന്നു നോക്കിയ സിംഹം ഞെട്ടി. മുയലിനെ അവിടെ എങ്ങും കണ്ടില്ല. അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. മാത്രമല്ല അപ്പോഴേക്കും സമയവും വൈകി. അത് കണ്ട് സിംഹം പറഞ്ഞു, മുയലിനെ എനിക്ക് അനായാസം ആഹാരമാക്കായിരുന്നു. എന്നാൽ മണ്ണ് കണ്ടപ്പോൾ ഞാൻ അത്യാഗ്രഹിയായി. ഇപ്പോൾ കയ്യിൽ കൃഷിയുമായിട്ടും ഇല്ല, മാനുമില്ല. അങ്ങനെ കയ്യിൽ കിട്ടിയ മുയലിനെയും കളഞ്ഞിട്ട് മാനിൻ്റെ പുറകെ പോയ സിംഹത്തിന് അവസാനം രാത്രിയിൽ പട്ടിണി കിടക്കാനായും വന്നു. ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലായി? അത്യാഗ്രഹം പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളതും കൂടി നഷ്ടപ്പെടുന്നതിന് കാരണമാകാം. എൻ്റെ ഈ കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കഥകൾ കേൾക്കാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.